അമ്മയെന്ന രണ്ട് ചേരത്തിൽ സ്നേഹമെല്ലാം പതിഞ്ഞുവച്ച് മാലവർക്ക് പകുത്തു നൽകി ദൈവമലിവോടെ. പരിശുദ്ധ അമ്മ, സ്വർഗം നമുക്ക് കനിഞ്ഞു നൽകിയ ഏറ്റവും വലിയ മാധ്യസ്ഥയും മാതൃകയുമാണ് അമ്മ, പരിശുദ്ധ അമ്മ. ബഹുമാന്യരായ വിധികർത്താക്കളെ, സ്നേഹം നിറഞ്ഞ മാതൃവേദി അംഗങ്ങളെ, ഏവർക്കും നമസ്കാരം. പ്രിയപ്പെട്ടവരെ, പരിശുദ്ധ ദൈവമാതാവ് അമ്മയുടെ ജീവിതത്തിൽ നിന്ന് നാം പഠിക്കുന്ന പാഠങ്ങൾ എന്ന വിഷയത്തെ ആസ്പദമാക്കി ഏതാനും ചില ചിന്തകൾ ഈ നിമിഷം ഞാൻ പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുന്നു. പരിശുദ്ധ അമ്മയുടെ ജീവിതം വെറുമൊരു കഥയല്ല. എങ്ങനെ ക്രിസ്തീയത ജീവിക്കണമെന്നറിയാതെ ആശങ്കപ്പെടുമ്പോൾ എടുത്ത് വായിക്കേണ്ട ഒരു പാഠപുസ്തകമാണത്. പരിശുദ്ധ അമ്മ എന്ന ആ പാഠപുസ്തകത്തെ വളരെ ശ്രദ്ധാപൂർവം എടുത്തു വെച്ച് ഒരു കൊച്ചുകുട്ടിയുടെ കൗതുകത്തോടെ ഓരോ പേജുകളും അതിന്റെ പുത്തൻമണം ആസ്വദിച്ച് നാം വായിച്ചിരിക്കണം. അനന്തതയോളം പേജുകൾ ഉൾക്കൊള്ളുന്ന ആ പാഠപുസ്തകത്തിലെ പ്രാധാന്യമർഹിക്കുന്ന 5 പാഠങ്ങളെ കുറിച്ചാണ് നാം ഇപ്പോൾ ചിന്തിക്കുന്നത്. ഒന്നാമത്തെ പാഠം, അതെ എന്ന് പറയുവാനുള്ള ധൈര്യം. നസ്രത്തിലെ ഒരു സാധാരണ പെൺകുട്ടിയായ പരിശുദ്ധ അമ്മയുടെ മുൻപിൽ ഗബ്രിയേൽ ദൂതൻ പ്രത്യക്ഷപ്പെട്ട് രക്ഷാകര ദൗത്യം അറിയിച്ചപ്പോൾ അസ്വസ്ഥതകളും ആകുല ചിന്തകളും ഉണ്ടായിരുന്നെങ്കിൽ പോലും, ഇതാ കർത്താവിന്റെ ദാസി, നിന്റെ വാക്ക് എന്നിൽ നിറവേറട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് പരിശുദ്ധ അമ്മ അതെ എന്ന് പറയുവാൻ ധൈര്യം കാണിച്ചു. നമ്മുടെ ജീവിതത്തിലും ഭയപ്പെടുത്തുന്ന ഒരുപാട് ആകുലതകളും ആശങ്കകളും ഉത്തരവാദിത്വങ്ങളും ഏറ്റെടുക്കേണ്ടി വരുമ്പോൾ അതെ എന്ന് പറയുവാൻ നാമും ധൈര്യം കാണിക്കണം. രണ്ടാമതായി, സംസാരമൊക്കെ ദൈവത്തോടാവുക. ഗബ്രിയേൽ ദൂതൻ പ്രത്യക്ഷപ്പെട്ട് സദ്വാർത്ത അറിയിച്ചപ്പോൾ മറിയം ആകുലചിത്തയായി, ചിന്തിച്ചു, അസ്വസ്ഥതപ്പെട്ടു. പക്ഷേ സംസാരം മുഴുവൻ അയൽപക്കങ്ങളിലോ മറ്റുള്ളവരിലോ ഏൽപ്പിക്കാതെ സംസാരം മുഴുവൻ ദൈവത്തിന്റെ മുൻപിൽ ചെന്ന് ദൈവത്തോട് മാത്രമായി തീർന്നു. സുവിശേഷത്തിൽ അധികം സംസാരിക്കുന്ന മറിയത്തെ നാം കാണുന്നില്ല. അതുപോലെ നമ്മുടെ ജീവിതത്തിലും അസ്വസ്ഥതകളും ആകുല ചിന്തകളും ഉണ്ടാകുമ്പോൾ മറ്റുള്ളവരുടെ അടുക്കൽ പരാതി പറയാൻ പോകാതെ, അവരോട് വാദത്തിൽ ഏർപ്പെടാതെ നാം ദൈവത്തിൽ ആശ്രയം അർപ്പിക്കുകയും ദൈവത്തോട് സംസാരിക്കുകയും ചെയ്യുക. മൂന്നാമതായി, നമ്മുടെ പരിമിതികളിലും മെച്ചപ്പാടുകളിലും മറ്റുള്ളവരെ കൂടി കരുതുക. കാനായിലെ കല്യാണ വേളയിൽ അവർക്ക് വീഞ്ഞ് തീർന്നു പോയപ്പോൾ മകനെ അവർക്ക് വീഞ്ഞില്ല എന്ന് തന്റെ പുത്രനോട് പറയുന്ന അമ്മ, ഗബ്രിയേൽ ദൂതൻ നിന്റെ ഇളയമ്മ എലിസബത്തിന് ഇത് 6ാം മാസമാണ് എന്നറിയിക്കുമ്പോൾ മലഞ്ചെരുവിലൂടെ ഓടിച്ചെന്ന് അവളെ ശുശ്രൂഷിക്കാനായി പോകുന്ന പരിശുദ്ധമ്മ, നമ്മുടെ ബുദ്ധിമുട്ടുകളും ക്ലേശങ്ങളും അവസാനിച്ചതിന് ശേഷം മറ്റുള്ളവരെ സഹായിക്കാം എന്ന് കരുതിയിരിക്കാതെ നമ്മുടെ പരിമിതമായ അവസ്ഥയിലും മെച്ചപ്പെട്ട അവസ്ഥയിലും ഒരേപോലെ മറ്റുള്ളവർക്ക് ശുശ്രൂഷ ചെയ്യുവാൻ നാമും പരിശീലിക്കണം. നാലാമതായി, കാൽവരിയിലും ഉറച്ചു നിൽക്കുക. കുരിശുയാത്രയിലുടനീളം വിങ്ങിപ്പൊട്ടുന്ന ഹൃദയത്തോടെ, കവിഞ്ഞൊഴുകുന്ന കണ്ണുകളോടെ ഈശോയെ അനുഗമിക്കുന്ന മറിയം, എന്നാൽ കാൽവരി മലമുകളിൽ ചെല്ലുമ്പോൾ തന്റെ കൂടെയുള്ള സ്ത്രീകളെയും യോഹന്നാനെയും ഒരുമിച്ച് കൂട്ടി പ്രാർത്ഥനയിൽ കാൽവരി മലമുകളിൽ ആയിരിക്കുന്ന അമ്മയെ നമുക്ക് കാണാം. നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിലും സഭാപരമായ തർക്കങ്ങളിലും ഭയം കൂടാതെ, കാൽവരി അനുഭവത്തിൽ നിന്നും ഓടി ഒളിക്കാതെ പരിശുദ്ധ അമ്മയെ പോലെ കാൽവരി മലയോട്, കുരിശിനോട് ചേർന്ന് നിൽക്കാൻ നാമും പരിശ്രമിക്കണം. അഞ്ചാമതായി, പ്രാർത്ഥനയിൽ ഒരുമിച്ച് കൂട്ടായി കാത്തിരിക്കുക. ഈശോയുടെ കുരിശുമരണത്തിന് ശേഷം 3-ാം ദിവസം അവർ അവിടുന്ന് ഉയർത്തെഴുന്നേറ്റു. 40-ാം ദിവസം അവിടുന്ന് സ്വർഗാരോഹണം ചെയ്തു. അപ്പോൾ അവിടുന്ന് ശിഷ്യന്മാരോട് പറയുന്നു, ഞാൻ എന്റെ സഹായികനെ അയക്കും. ഉന്നതത്തിൽ നിന്ന് ശക്തി വരുന്നത് വരെ നഗരത്തിൽ തന്നെ വസിക്കുക. എത്രാമത്തെ ദിവസമാണ് സഹായകനെ അയക്കുന്നതെന്നോ എത്ര ദിവസത്തിന് ശേഷമാണ് ഉന്നതത്തിൽ നിന്ന് ശക്തി വരുന്നതെന്നോ ഈശോ പറയുന്നില്ല. പരിശുദ്ധമ്മ ഈ 11 ശിഷ്യന്മാരെ ഒരുമിച്ച് കൂട്ടി പ്രാർത്ഥനയോടെ കാത്തിരിക്കുകയാണ്. നമ്മുടെ ജീവിതത്തിലും പലവിധ കാത്തിരിപ്പുകൾ ഉണ്ടാകുന്നുണ്ട്. ഒരു ജോലിക്ക് വേണ്ടിയുള്ള കാത്തിരിപ്പ്, പരീക്ഷ ഫലത്തിന് വേണ്ടിയുള്ള കാത്തിരിപ്പ്, വിവാഹത്തിന് വേണ്ടിയുള്ള കാത്തിരിപ്പ്, ഒരു കുഞ്ഞിന് വേണ്ടിയുള്ള കാത്തിരിപ്പ്. ഇതുപോലെ കാത്തിരിക്കേണ്ടി വരുന്ന അവസ്ഥകളിൽ പ്രാർത്ഥനയിൽ നിന്നും വിട്ടു നിൽക്കാതെ പരിശുദ്ധ അമ്മയെ പോലെ കൂട്ടായി ഇരിക്കുവാൻ നമുക്കും പരിശ്രമിക്കാം. മറിയം എന്ന പാഠപുസ്തകം ഒരിക്കലും നമുക്ക് പഠിച്ചു തീർക്കാനാവുന്ന ഒന്നല്ല. ക്രിസ്തീയത ജീവിക്കുന്ന ഈ കാലഘട്ടത്തിൽ, ക്രിസ്ത്യാനിയായി ജീവിക്കുന്ന അവസരത്തിൽ ആ പാഠപുസ്തകം നാം ഒരിക്കലും അടച്ചു വെക്കരുത്. അത് നമ്മുടെ മുൻപിൽ ഇങ്ങനെ തുറന്നിരിക്കട്ടെ. ഇത്രയും പറഞ്ഞുകൊണ്ട് എന്റെ വാക്കുകൾ ഞാൻ ഇവിടെ നിർത്തുന്നു. നന്ദി, നമസ്കാരം.